ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ LT ടീച്ചർ അല്ലെ TGT വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വിഷയങ്ങളിലേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ രണ്ടു മൂന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, UP ടീച്ചറിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ KTET-ഉം CTET-ഉം ടെറ്റും ഒന്നും വേണ്ട, സെറ്റും ഒന്നും വേണ്ട, ജസ്റ്റ് B.Ed പ്ലസ് ഡിഗ്രി പ്ലസ് B.Ed ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കേരള PSC ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാതെ തന്നെ അറിയാം. ജസ്റ്റ് ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ടൈപ്പ് ചെയ്ത് അതിൽ കയറുക, അല്ലെങ്കിൽ UPPSC.UP.NIC. എന്ന് പറഞ്ഞ അഡ്രസ് കൊടുത്തും കയറാം, അല്ല നോർമൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സൈറ്റിലേക്ക് കയറാം. സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാർത്ത ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട്, ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ OTR ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഓക്കെ, ആ പോകുന്നതിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ വേറൊരു പേജിലേക്ക് പോകും. ഇങ്ങനൊരു പേജിലേക്ക് വന്നു. ഓക്കെ, പരീക്ഷ എന്ന് പറയുന്ന ഒരു പേജിലേക്ക് വന്നു. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് പേജിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഫോണിൽ നിന്ന് കയറുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലാത്തവരാണെങ്കിൽ ഇത് വെച്ച് ഫോട്ടോ എടുക്കുക. ഓക്കെ, അതായത് ഇവിടെ കുറച്ച് അവരുടെ റിക്വയർമെന്റ്സ് ആണ്. ആപ്ലിക്കന്റ് നീഡ്സ് ടു ഫയൽ പേഴ്സണൽ ഡീറ്റെയിൽസ് only once. Applicant need to upload a photo and signature only once. Personal details along with the photo and signature are accessible and updatable on 24/7 basis. നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. OTR ഇൻഫർമേഷൻ കിട്ടുക ഓട്ടോമാറ്റിക്കലി populated while applying under any government job notifications. OTR formation personal. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, രജിസ്ട്രേഷന് നമുക്ക് വേണ്ടത് ആപ്ലിക്കൻ സ്റ്റെപ്സ്, വാലിഡ് ഇമെയിൽ ID വേണം, വാലിഡ് മൊബൈൽ നമ്പർ വേണം, ആധാർ നമ്പർ വേണം, ലാസ്റ്റ് 6 ഡിജിറ്റ്സ്, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ OTR രജിസ്ട്രേഷൻ ആദ്യം വേണ്ടത്. പിന്നെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലത്, +2ൻ്റെത്, ഗ്രാജുവേഷൻ്റെത്, നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തോളൂ. PG B.Ed കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. CTET-ഉം KTET-ഉം അപ്ഡേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിന്റെ ആവശ്യമില്ല നമുക്ക്. ജസ്റ്റ് അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. ഓക്കെ, അതിന്റെ രജിസ്ട്രേഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷനിൽ ഓക്കെ, എന്നിട്ട് ഇവിടെ രജിസ്റ്റർ നൗ എന്ന് കിടക്കുന്നുണ്ട്. ആ രജിസ്റ്റർ നൗവിൽ കൊടുക്കുക. ഓക്കെ, പിന്നെ രജിസ്റ്റർ ചെയ്ത ശേഷം പാസ്വേഡ് ഒക്കെ മറന്നു വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ PSC പോലെ തന്നെ. ഓക്കെ, റിക്വസ്റ്റ് കൊടുക്കുക. അപ്പൊ രജിസ്റ്റർ നൗവിൽ കൊടുക്കുക. രജിസ്റ്റർ നൗവിൽ കൊടുക്കുമ്പോഴത്തെ ഇവിടെ പുതിയ പേജിലേക്ക് പോകും. സൈൻ അപ്പ് ചെയ്യുക. രജിസ്ട്രേഷൻ, ലോഗിൻ, വെരിഫൈ ഡീറ്റെയിൽസ്, ഡാഷ്ബോർഡ്. ഇത്രയും 3 കാര്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഇമെയിൽ ID കൊടുക്കണം, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം, മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം, ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫോട്ടോ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സൈസിലുള്ള ആപ്ലിക്കന്റ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ആ സൈസ് നോക്കിയിട്ട് ഫോട്ടോയും ഒപ്പും ഉണ്ടാക്കുക. പിന്നെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ആധാർ നമ്പർ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉള്ളവര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻ സ്റ്റേറ്റ്സ്, നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത്, ഹോം ഡിസ്ട്രിക്ട്സ് ഏതാണെന്നുള്ളത്, നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളത്, മീൻസ് കമ്മ്യൂണിറ്റി, ആപ്ലിക്കൻസ് ഫാദേഴ്സ് നെയിം, മദർ നെയിം, പിന്നെ ആപ്ലിക്കന്റ് ഹൈസ്കൂൾ ക്വാളിഫിക്കേഷൻസ്, ബോർഡ്. അതായത് ഓരോ പാർട്ടായിട്ട് വരും. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഓരോ പാർട്ടായിട്ട് വരും. ഇത് ഹോസ്റ്റലിലേക്ക് കൊടുത്തു വന്നു കഴിഞ്ഞാൽ അവരുടെ സ്റ്റെപ്സ് ആയിട്ട് അത് മാറി വരത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യുക. നമ്മൾ സാധാരണ കേരള PSC എങ്ങനെ ചെയ്യണോ അങ്ങനെ തന്നെയാണ്
ഇതിലും നമ്മൾ എന്ത് ചെയ്യുക OTR ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് OTR ഓൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ. ആ ഓൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓൺലൈനായിട്ട് അത് ഓൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് നേരെ ആ സൈറ്റിലേക്ക് നോർമൽ ഫസ്റ്റ് വെബ്സൈറ്റിലേക്ക് വരിക. അവിടെ നിന്ന് നമുക്ക് അപ്ലൈ ഓൺലൈൻ ഇവിടെ തന്നെ റിക്രൂട്ട്മെന്റിൽ തന്നെ കിടപ്പുണ്ട് അപ്ലൈ ഓൺലൈൻ, അല്ലെങ്കിൽ ഈ സൈഡിലും കിടപ്പുണ്ട് അപ്ലൈ ഫോർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ OTR രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ പറയേണ്ടത് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ UP ടീച്ചറിന്റെ സിലബസ് ആണ്. അപ്പൊ സിലബസിൽ നമുക്കൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്നും പഠിക്കാമെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് PSC എക്സാം പഠിക്കുന്ന പോലെ ഭീകരമായിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ജനറൽ നോളജും അതുപോലെ സബ്ജക്ട് മാത്രമേ ഉള്ളൂ. മാത്സോ മെന്റൽ എബിലിറ്റിയോ റീസണിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലില്ല. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതും ഏതൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും അതിന്റെ നെഗറ്റീവ് മാർക്സ് എത്രയാണെന്നുള്ളതും ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നോക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഉത്തർപ്രദേശിന്റെയും അയക്കാൻ കഴിയുന്നവര്, ടെറ്റൊന്നും ഇല്ലാത്തവര്, സീറ്റൊന്നും ഇല്ലാത്തവർ ഉറപ്പായിട്ട് അയക്കണം, അപ്ലൈ ചെയ്യണം, ഒരവസരം കളയരുത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. രണ്ടും അയക്കുക, രാജസ്ഥാന്റെ അയക്കുക. ഓക്കെ, രാജസ്ഥാന്റെയും ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അതിന്റെയും സിലബസ് കുറച്ചവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ ഒന്നും കൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്തിലൊക്കെയാണോ വർക്ക് ചെയ്യുന്നത് അതിൽ ഈ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ സെയിം സംഭവങ്ങളാണല്ലോ. ഇപ്പൊ KVS വർക്ക് ചെയ്യുന്നവർ KVS നിങ്ങൾക്ക് സബ്ജക്ട് പഠിക്കണം, ഇവിടെയും സബ്ജക്ട് പഠിക്കണം. ഓക്കെ, NVS പഠിക്കുന്നവർ NVS 100 മാർക്ക് സബ്ജക്ട് ഇവിടെയും പഠിക്കണം. പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒന്നിനും, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിലേക്ക് സെൻട്രൽ ഗവൺമെന്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നതൊക്കെ ഏകദേശമൊക്കെ എല്ലാം സെയിം ആണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എനിക്ക് ഉറപ്പായിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ 2026 കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു TGT PGT PRT ആയിട്ടോ കയറാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ കൂടുതൽ അധികമൊന്നും സംസാരിക്കുന്നില്ല, പറയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇതില് നിങ്ങൾ OTR ചെയ്യുമ്പോഴത്തേക്ക് OTR രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെയോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ചു ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ളവർ, അതായത് നമ്മുടെ KVSന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. RRB ടീച്ചർ, റെയിൽവേ ടീച്ചറിന്റെ അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്, ക്ലാസ് നടക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. റെയിൽവേയുടെ എന്താ പറയാ ഫീസ് 599 മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ബാച്ചിന്. അതുപോലെ തന്നെ KVS അഡ്മിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CTETന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ LPUP ലോങ് ടേമിന്റെ നമ്മുടെ കേരള PSCയുടെ LPUP ലോങ് ടേമിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഫിഷറീസ് അസിസ്റ്റന്റ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ KTET നമ്മുടെ ഇപ്പൊ വിളിച്ചിരിക്കുന്ന KTETന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം KTET കാറ്റഗറി 1 and 2, കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക്, വാട്സ്ആപ്പ് നമ്പറിലേക്ക് 77 36 75 0473 പറയാൻ നിങ്ങൾ താഴെ കാണുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, വിളിക്കാവുന്നതാണ്, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ അറിയിക്കുക. എനിക്ക് ഒന്നുകൂടി എടുത്ത് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പരമാവധി നിങ്ങൾക്ക് കഴിയുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, മാർക്ക് ഇപ്പം രാജസ്ഥാന്റെയോ UPയുടെ ഒക്കെ മാർക്ക് 120 മാർക്കിനും 400 മാർക്കിനും 300 മാർക്കിനും ഒക്കെ കഴിയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻ 150 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള മാർക്കിന്റെ നമ്പർ കൂടുതലാണ്. ഒരു മാർക്കിന് വരെ 3 മാർക്ക് വെച്ചിട്ടാണ്. എല്ലാം UP മാത്രമാണ് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്, ബാക്കിയുള്ള എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആണ്. ഓക്കെ, എനിവേ താങ്ക് യു ഓൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.